വ്യൂവേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവുമല്ലോ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനുള്ള ആദ്യത്തെ വരുമാനം ഈ മാസം എനിക്ക് കിട്ടിയിട്ടേ. ഞാനിടുന്ന ഓരോ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദിയുണ്ട്. യൂട്യൂബിൽ നിന്ന് ഇങ്ങനൊരു എമൗണ്ട് കിട്ടുമ്പോൾ അത് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അത് ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. കൂടുതൽ പേരും ഒരു ചാനൽ തുടങ്ങിയിട്ട് പതുക്കെ പതുക്കെ കയറി വരുന്നവരായിരിക്കും അല്ലേ. 100-90% പേരും അതുപോലെ തന്നെ ആയിരിക്കും. 10% പേരൊക്കെയാണ് ലക്കില് 1-2 വീഡിയോസൊക്കെ ക്ലിക്കായിട്ട് പെട്ടെന്ന് കയറി വരുന്നവര്. ഞാനും പതുക്കെ പതുക്കെ കയറി വന്ന ഒരാളാണേ. അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് 2025 ജനുവരിയിലാണ്. കറക്റ്റായിട്ട് പറയാനെന്നുണ്ടെങ്കിൽ 2025 ജനുവരി 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിനകത്ത് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തത്. അപ്പോഴൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ ഇതിങ്ങനെ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചാനലായിട്ട് കൊണ്ടുപോകുന്നൊന്നും ഞാൻ വിചാരിച്ചതേ അല്ല. കുട്ടികളുടെ വീഡിയോസൊക്കെ എന്തായാലും ഫോണിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇട്ട് തുടങ്ങിയതാണ്. ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോൾ അത്യാവശ്യം നമുക്കിങ്ങനെ വ്യൂസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അതിനോടൊരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനകത്ത് കറക്റ്റായിട്ട് അതിന് വേണ്ടി വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത് ഒരു ഫെബ്രുവരി പകുതി മാർച്ച് ആ സമയത്തൊക്കെയാണെന്ന് പറയാം. ഇതിനകത്ത് വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്നോ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അറിയാതെയാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ. പലർക്കും കുറച്ച് പേർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടാവും 1000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ഈ എമൗണ്ട് കിട്ടി തുടങ്ങുമെന്ന്. ഞാനും അതേ ധാരണയിലിരുന്ന ഒരാളാണ് കേട്ടോ. 1000 സബ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഏർണിങ്സ് വന്നു തുടങ്ങുന്നതാണ് എൻ്റെയും ഒരു ധാരണ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് എന്താണെന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ പല വീഡിയോസും കണ്ടപ്പോഴാണ് അതിൻ്റെ ക്രൈറ്റീരിയ മനസ്സിലായത്. നമുക്ക് മിനിമം സബ്സ്ക്രൈബേഴ്സ് 1000, പിന്നെ മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസിനാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 365 ഡേയ്സിൽ 1 ഇയറിൽ 4000 വാച്ച് അവർ. ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സിൽ 10 മില്യൺ ഷോർട്സ് വ്യൂ. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അതെന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരുന്നു. ഞാൻ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസ് ആവും എന്നുള്ളൊരിതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ 1000 സബ് ആവുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ സബ് കയറി വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. ഒരിക്കലും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഷോർട്സ് വ്യൂ എന്ന്, അതായത് 10 മില്യൺ ഷോർട്സ് വ്യൂ എന്ന് മോണിറ്റൈസ് ആവുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ 4000 വാച്ച് അവർ പതുക്കെ വീഡിയോസൊക്കെ ഇട്ട് 4000 വാച്ച് അവർ ആവാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. ഈ 10 മില്യൺ ഷോർട്സ് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു 20 മില്യൺ എങ്കിലും കാണിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എൻഗേജ്ഡ് വ്യൂസ് 10 മില്യൺ ആവുള്ളൂ. അതിപ്പോൾ ഇതിനകത്ത് വീഡിയോസ് ഇട്ട് നമ്മളിതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണവർക്ക് അത് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് 20 മില്യൺ എങ്കിലും വ്യൂസ് ഉണ്ടാകുമ്പോഴാണ് ഏകദേശം എൻഗേജ്ഡ് വ്യൂസ് 10 മില്യൺ ആവുള്ളൂ. അങ്ങനെ എനിക്ക് ആയിട്ടാണ്, അതായത് ഷോർട്സ് വ്യൂ എന്നാണ് എനിക്ക് മോണിറ്റൈസ് ആയത്. അങ്ങനെ ആവുന്ന സമയത്ത് എനിക്ക് വാച്ച് അവർ 1900, അതായത് 1900 ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. 2000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം മോണിറ്റൈസ് ആയ ശേഷം അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഇട്ട 1-2 വീഡിയോസിന് അത്യാവശ്യം വ്യൂസൊക്കെ വന്നിട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോസ് ഇട്ടിട്ടാണ് വാച്ച് അവറിലാണ് മോണിറ്റൈസ് ആവണത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു 3-4 മാസത്തിൽ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ എനിക്ക് മോണിറ്റൈസ് ആയത് അത് ഞാനൊരു മാർച്ചൊക്കെ ആയപ്പോൾ മുതലാണ് ഇതിനെ സീരിയസ് ആയിട്ട് എടുത്ത് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. എനിക്ക് മോണിറ്റൈസ് ആയത് നവംബർ പകുതിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ജനുവരി മുതൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 മാസം എടുത്തിട്ടാണ് എനിക്ക് ചാനൽ മോണിറ്റൈസ് ആയത്. ഇപ്പം നമ്മുടെ ചാനലിൽ 23K സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ചിലർക്കൊക്കെ ഇതിപ്പോൾ വലിയ സബ്സ്ക്രൈബേഴ്സ് ആണോ വലുതാണോ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്കത് ഒരുപാട് വലുത് തന്നെയാണ് കേട്ടോ. നമ്മളിടുന്ന ഓരോ വീഡിയോസും കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളുടെ കൂടെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടിയ നമ്മുടെ യൂട്യൂബ് ഫാമിലി, അതെനിക്ക് ഒരുപാട് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നവംബർ പകുതിയിലാണ് മോണിറ്റൈസ് ആയതെന്ന് പറഞ്ഞല്ലോ. മിനിമം നമുക്കൊരു $100 ആവുമ്പോഴാണ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാറുള്ളത്. അതെനിക്ക് നവംബർ പകുതിയിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഷോർട്സും തന്നെയാണ് കൂടുതൽ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്. ലോങ് വീഡിയോസ് നമ്മൾ കൂടുതലായിട്ടും കുക്കിംഗ് വീഡിയോസ് ഒക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും കറക്റ്റായിട്ട് അങ്ങനെ പ്രോപ്പറായിട്ട് ഇടലൊന്നും ഉണ്ടായിരുന്നില്ല. ഷോർട്സ് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് അതിലൂടെ തന്നെയാണ് കയറി വന്നതും അതിൽ തന്നെയാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നതും. കാരണം അതാകുമ്പോൾ ചെറുത് മതിയല്ലോ, ചെറിയ വീഡിയോസ് മതി. അപ്പം ഞാൻ മെയിനായിട്ടും അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ലോങ് വീഡിയോസ് ടൈം കിട്ടുന്ന സമയത്തൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്, അങ്ങനെയാണ്. പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് മോണിറ്റൈസ് ആവുള്ളൂ എന്നുള്ള ധാരണയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നതും. അതുകൊണ്ട് പിന്നെ മോണിറ്റൈസ് ആയപ്പോൾ ഷോർട്സിൽ മോണിറ്റൈസ് ആയിട്ട് ഷോർട്സ് കയറി വന്നു തുടങ്ങിയപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് അതിനോട് തന്നെയായി, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ പിന്നെ ഡിസംബറിൽ ഡോളർ എനിക്ക്
$100 ആവാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക ഡിസംബർ 31-ാം തീയതി വരെയാണല്ലോ. അപ്പോൾ ഡിസംബർ 31-ാം തീയതി വരയ്ക്കും എനിക്ക് $100 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ഡോളറിൻ്റെ കുറവ് കൊണ്ട് ആ മാസം കിട്ടിയില്ല, അങ്ങനെ പറയാം. പിന്നെ ജനുവരി ആയപ്പോൾ $100 കംപ്ലീറ്റ് ആയി. 100 എന്നല്ല, എനിക്ക് 100ൻ്റെ മുകളിൽ, പക്ഷേ എങ്കിൽ 200 ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നവംബർ പകുതി മുതൽ ഡിസംബറത്തെയും ആ ജനുവരി ഫുള്ളായിട്ടുള്ളതും കൂടെ ചേർത്തിട്ട് എന്തായാലും $150 മുകളിലുള്ള നല്ലൊരു എമൗണ്ട് തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ തൊട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിനകത്തും എനിക്ക് റവന്യൂ കിട്ടിയതിനെ കുറിച്ചിട്ട്. അതും സെയിം എനിക്ക് ഈ മന്ത് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഒരുമിച്ച് തന്നെ, അതായത് ആദ്യത്തെ ഫേസ്ബുക്ക് എന്നുള്ളതും യൂട്യൂബ് എന്നുള്ള എമൗണ്ടും എനിക്ക് ഒരുമിച്ച് തന്നെ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ഇക്കാര്യത്തിൽ. അപ്പോൾ ഇത് കിട്ടാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളൊക്കെയാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് കൂടാതെ ഞാനിടുന്ന ഓരോ വീഡിയോസും കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അത് എത്രത്തോളാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിനപ്പുറമാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോസിന്റെ താഴെ നമുക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗീവ് അവേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഇപ്പോഴാണ് എനിക്കതൊന്ന് ആദ്യമായിട്ട് ഒരു എമൗണ്ട് കിട്ടിയത്. പിന്നെ അതിനെക്കുറിച്ച് വലിയൊരു ധാരണയുമില്ല കേട്ടോ. അതെന്തായാലും ഇപ്പം എനിക്ക് അതിനകത്തുനിന്ന് ഒരു ഏണിങ്സ് കിട്ടിയല്ലോ. അപ്പം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഒട്ടും വൈകാതെ, അധികം വൈകാതെ തന്നെ ഞാൻ എന്തായാലും ഒരു ഗീവ് അവേ, അതിനെക്കുറിച്ച് എന്താണ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, അതുകൂടെ നോക്കിയിട്ട് ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ട് നമുക്കതും ഒരു ഷോർട്സ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. നമ്മുടെ ഫാമിലിത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യണത്. അപ്പം നമ്മളുടെ ചാനൽ, നമ്മളുടെ വീഡിയോ ഇതാദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോവല്ലേ. കൂടെ തന്നെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.